വെൽക്കം ടു അനദർ വ്ളോഗ് ഗൈസ്. ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ എപ്പിസോഡ്. ഓക്കെ, മൂന്നാമത്തെ എപ്പിസോഡ് ഇടാൻ പോവുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ ഇതേപോലെ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഇൻട്രോയിലൊക്കെ വരാൻ പറ്റുള്ളൂ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു വ്ളോഗ്. എല്ലാവരും സബ്സ്ക്രൈബ് മെയിനായിട്ട് ചെയ്യുക. പിന്നെ മെയിനായിട്ട് ബെല്ലൈക്കൻ. ഓക്കെ, അപ്പോൾ ബെല്ലൈക്കൻ അടിക്കുക. അപ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസാണ്. വീണ്ടും സബ്സ്ക്രൈബേഴ്സൊക്കെ 0 നിന്ന് 3 അക്കത്തിലേക്കായിരിക്കുകയാണ്. സോ താങ്ക്സ് അലോട്ട്. കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ വ്ളോഗിൽ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വ്ളോഗിലേക്ക് പോകണമെങ്കിൽ ഇതാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ വ്ളോഗിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വ്ളോഗ് വന്നിട്ട് ഒരു ട്രെയിൻ യാത്രയാണ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ട്രെയിൻ യാത്രയാണ്. സോ ഈ ട്രെയിൻ യാത്രയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടിട്ട് പോകും. ഓക്കെ, ബൈ. ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ ഐ എം ഹാപ്പി. 3 അക്കം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. എന്ന് വെച്ചാൽ 100ന് മേലെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയി. 2 വ്ളോഗ് ഇട്ടതിൽ വ്യൂവേഴ്സും കാര്യങ്ങളും 400-ലധികം പോയി ഫസ്റ്റ് വ്ളോഗിൽ. സെക്കൻഡ് വ്ളോഗിൽ ഞാൻ നോക്കുന്നു. നിങ്ങൾ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യുക. എന്തായാലും ബെല്ലൈക്കൻ എന്തായാലും എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് പിന്നെ ഉള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ വരുള്ളൂ. സോ താങ്ക്സ് ഫോർ ദ ഫ്രണ്ട്സും ഫാമിലീസും കാര്യങ്ങളൊക്കെ എന്താ പറയുക, നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. സോ താങ്ക്സ്. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ അടിച്ചുപോയി. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നലത്തെ വ്ളോഗിൽ ഇതേപോലെ ഒരു ഇൻട്രോ പ്രതീക്ഷിച്ചാണ്. ഓക്കെ, അപ്പോൾ എടുത്തു തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, സെൽഫായി വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാണ്. സോ സെൽഫായിട്ട് വെച്ചത് തല മാത്രം കിട്ടിയില്ല, ബോഡിയെല്ലാം കിട്ടി, പക്ഷെ തല കിട്ടിയില്ല. സോ നിങ്ങളെന്ത് ഇത് പറയണമെന്നുണ്ടായിരുന്നു. സോ അത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയിൽ ചെയ്യാറുണ്ട്. സോ നിങ്ങളിപ്പോൾ തെറ്റെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുകൊണ്ട് ഞാൻ അതിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നല്ല തെറ്റും കാര്യം അതിൽ ആ കമൻറ്റൊക്കെ കുറേ കാണാറുണ്ട്. അത് നമ്മൾ ഹാപ്പി. ഓക്കെ, സോ പോയി വീഡിയോ കാണും മക്കളെ. അസ്സലാമു അലൈക്കും. അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 3 എല്ലാവർക്കും സ്വാഗതം. അതാ പോണു. ഓക്കെ, ഞങ്ങളിപ്പോൾ ട്രെയിന് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഓൾറെഡി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇപ്പോൾ ട്രെയിന് കയറാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ്. ഓക്കെ, സോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിരിക്കുന്നത്. സോ ആ ഒരു വൈബ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഈവനിങ് ടൈം. സോ കോഫിയൊക്കെ കുടിച്ച് നൈസായിട്ട് ഇരിക്കുകയാണ്. സോ ആ ഈവനിങ് ടൈം എന്ന് വെച്ചാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വർക്ക് പ്രഷറില്ല, പിന്നെ ഫ്രീ മൈൻഡ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നൈസാണ്. കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ അടിപൊളിയാണ്. സോ അത് അനുഭവിക്കുക തന്നെ വേണം ഗൈസ്, സോ ഇതിൽ അപ്പോ എന്നൊക്കെ പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ നമ്മളത് ഒഴിവാക്കിയിരിക്കുന്നു. പരമാവധി ഞാൻ അപ്പോ മുട്ടക്കറി എന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല, പറയാണ്ടിരിക്കാൻ നോക്കാം. സോ ചില തെറ്റുകാര്യങ്ങളും എല്ലാം വരാമല്ലോ. സോ ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് കുറേ സ്റ്റുഡൻസ് എല്ലാവരും ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, മണാലി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. ആകെ ഞങ്ങളുടെ ബോഗിയിൽ വന്നിട്ട് ജസ്റ്റ് 3 ഞങ്ങൾ തന്നെ ഉള്ളൂ. മാക്സിമം ഞങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ ആദ്യം നമ്മൾ അങ്ങനെ പരിചയപ്പെട്ടു. നമ്മൾ ട്രെയിനും കാര്യങ്ങളും വന്നു. സോ കയറാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. സോ ഈ കേന്ദ്രഗന്ധൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു അങ്ങോട്ട്. ഓക്കെ, സോ നമ്മുടെ ബോഗിയിലുള്ള കുറച്ച് പയ്യന്മാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. സോ നമ്മൾ ട്രെയിനിലും കാര്യങ്ങളൊക്കെ കയറി. ഓക്കെ, അപ്പോൾ ട്രെയിനിലും കാര്യങ്ങളൊക്കെ കയറിയതിന് ശേഷം അവിടെ ചെറിയൊരു കോമഡി നടന്നത്. എന്താ വെച്ചാൽ ചങ്ങായി ഉണ്ടല്ലേ, ഇപ്പോൾ മുടി വളർത്തിയ ചങ്ങായി വന്നിട്ട് ഞങ്ങൾ വിചാരിച്ചത് അത് ഹിന്ദിക്കാരനാണ്. സോ ഹിന്ദി മാത്രം അറിയുള്ളൂ എന്ന് വിചാരിച്ചു.
അതുകൊണ്ട് ഞങ്ങൾ മൂപ്പരുടെ അടുത്ത് ഫുള്ള് ഹിന്ദിയിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പോയിട്ട് ഹിന്ദിയിൽ റാഫി പോയിട്ട് ഹിന്ദിയിലൊക്കെ ഞാനും സംസാരിച്ചു. റാഫി മാത്രമല്ല, ഇടയിൽ ഈ റാഫീനെ ഊക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അവൻ അങ്ങനെ ഊക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് നിർത്തിയിരിക്കുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കാര്യം ഇതിൽ വന്നിട്ട് അവർ വന്നിട്ട് നമ്മുടെ ഗ്യാങ്ങിലുള്ളത് തേജസ് കോളേജ് എൻജിനീയറിങ് സ്റ്റുഡൻസാണ് കൂടെ അപ്പുറത്തിരിക്കണ പയ്യന്മാർ. സോ നല്ല പിള്ളേർ, സോ കൈൻഡ് കോളേജ് സ്റ്റുഡൻസാണ്. സോ അവർ മണാലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഡൽഹിയിൽ ഇറങ്ങിയിട്ട് അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ അപ്പോൾ എൻ്റെ കുറേ ഓർമ്മകളാണ് ഞാൻ പറയുന്നത്. കോളേജിൽ ടോട്ടലി ഞങ്ങൾക്ക് ഫൈനൽ ഇയർ പറഞ്ഞു വെച്ചാൽ അടിപൊളിയായിരുന്നു. സോ ഫൈനൽ ഇയർ ടോട്ടലി മൂന്ന് ട്രിപ്പ് എന്തോ കിട്ടിയിട്ടുണ്ട്. സോ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പും പിന്നൊരു നാഷണൽ ട്രിപ്പും പിന്നൊരു ഐ വിയും. സോ ഐ വി ബാംഗ്ലൂരിലേക്കായിരുന്നു, കൂർഗ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക്, മൈസൂർ അങ്ങനത്തെ സ്ഥലത്തിലേക്കൊക്കെ ആയിരുന്നു. ഓക്കെ, പിന്നെ നാഷണൽ ട്രിപ്പ് ഗോവ. മോനെ ഗോവ സീനായിരുന്നു, ഗോവ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ നമ്മളിങ്ങനെ പിന്നെ മലേഷ്യൻ ട്രിപ്പ്, ഇൻ്റർനാഷണൽ ട്രിപ്പ് അപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് മലേഷ്യ, അതും അടിപൊളിയായിരുന്നു ഇൻ്റർനാഷണൽ ട്രിപ്പ്. സോ പിന്നെ നമുക്ക് വ്ളോഗിലേക്ക് തിരിച്ചു വരാം, മെമ്മറീസ് കാര്യങ്ങളൊക്കെ വിട്ടതിന് ശേഷം. ഓക്കെ, പിന്നെ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ട് സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സീറ്റേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഷെയർ ചെയ്യണം. അതായിരുന്നു മെയിനായിട്ടുള്ള ഒരു സീന്. പക്ഷേ നമുക്കായിട്ട് തന്നെ ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞ് മേലെ ഒരു സീറ്റ് ഒഴിവുണ്ടെന്ന് പറഞ്ഞു, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഒരു ആളുണ്ടായിരുന്നു ടീച്ചർ. മൂപ്പര് നല്ല മനുഷ്യൻ, മൂപ്പര് കുറച്ച് തന്നെ വരും. അപ്പോൾ വരട്ടെ, കാണാം നമുക്ക്. ഇവർ കണ്ടില്ലേ, കാസർഗോഡ് എത്താനായി നമ്മൾ. ഓക്കെ, സോ കാസർഗോഡ് എത്താനായതുകൊണ്ട് തന്നെ ആ കുട്ടികളും കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ. സോ കുട്ടികൾ വന്നിട്ട് എവിടെയോ ഒരു സമ്മേളനത്തിന് പോയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. സോ എനിക്കൊരു മടി ഷൂട്ട് ചെയ്യാനൊക്കെ. സോ നമ്മളത് ഷൂട്ട് ചെയ്തില്ല. റാഫി പിന്നെ ആ കുട്ടികൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, അടിപൊളി. ഓക്കെ, റാഫി പിന്നെ കുഴപ്പമില്ലാണ്ടാവും. കുട്ടികൾ എങ്ങോട്ടോ ബസ്സിൽ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. റാഫി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. റാഫിനിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. സോ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ബോഗിയിൽ നമ്മൾക്ക് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. സോ പിന്നെ 2 ഫ്രണ്ട്സ്, കാസർഗോഡ് ഒരു ഫാമിലി ഉണ്ട്. ഒരു അച്ഛന്, ഒരു അമ്മ, ഒരു കുട്ടി പറയുമ്പോൾ ഒരു 24-25 വയസ്സായൊരു കുട്ടി. ഓക്കെ, അവനും ഞാനും ഇവിടെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അവൻ എവിടെയാണ് പഠിക്കുന്നത്? നോയിഡയിലാണ് പഠിക്കേണ്ടായിരുന്നു. ഓക്കെ, സോ നോയിഡയിൽ പഠിക്കണവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. സുന്ദർ പിച്ചെ പഠിച്ചില്ലേ, ആ കോളേജിലാണ് അവൻ പഠിച്ചത്. ഓക്കെ, അതാണ് എനിക്ക് മെയിനായിട്ടുള്ള ഒരിത്. പിന്നെ നമ്മൾ വിശന്നുകൊണ്ട് കുറേ ബിസ്ക്കറ്റ്സും കാര്യങ്ങളും പുറത്തുനിന്ന് മാക്സിമം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ്, ക്യാരറ്റ്, ഡേറ്റ്സ്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അന്ന് നമ്മൾ അവിടെ പോയി വാങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, റാഫിൻ്റെ പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ റാഫിൻ്റെ ഞങ്ങൾ രണ്ടുപേരും ഒരു 2 months കഴിഞ്ഞിട്ടാണ്, 2 months ഓൾറെഡി ഞാൻ പറഞ്ഞ 2 monthsൻ്റെ പ്ലാന്, 2 monthsന് ബിഫോർ നമ്മൾ പ്ലാൻ ചെയ്തതാണ് പരിപാടി. ഓക്കെ, ഞാനും ലീവും കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ 2 monthsന് മുമ്പ് വർക്കിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ്, മെയിൻ പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ലീവും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. സോ പിന്നെ ഇവർ നല്ല കമ്പനി. ഒരു 2 ഫ്രണ്ട്സ്, രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഏതോ പള്ളിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഓക്കെ, അവർ ടിക്കറ്റൊന്നും വാങ്ങിയിട്ടില്ല, ടിക്കറ്റൊന്നും എടുക്കാണ്ട് അങ്ങനെ വന്നിരുന്ന് ടീച്ചർ വന്നപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സെറ്റായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ.
കമ്പനിക്കാരുമില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോണത് കേദാർനാഥേക്ക്. ഇങ്ങനെ സിംഗിളല്ല ഞാനും വരുമ്പോഴേ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോണത്. സോ അതെ, പിന്നെ അവിടെ പോയി TTR വന്നു. TTRന് ഫേസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഭയങ്കര സാധനം. പക്ഷെ മുമ്പ് നല്ല കമ്പനിയായിരുന്നു. അവിടെ എന്താ വെച്ചാൽ സംഭവം എന്താ വെച്ചാൽ ഞാൻ എന്തിനു ചിരിക്കുന്നത് വെച്ചാൽ അവിടെ NCC കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഹിന്ദി വാലാമേ കുട്ടികൾ. അപ്പോൾ അവർ വന്നിട്ട് എന്ത് നമ്മുടെ സീറ്റാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരേ പ്രശ്നം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത് വന്നിങ്ങനെ അപ്പുറത്ത് വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. സോ അവൻ്റെ സീറ്റ്, അവർക്കൊരു സീറ്റുണ്ട് മേലെ. അപ്പോൾ സോ ഇവരെന്ത് ചെയ്തു, ഈ നമ്മുടെ അവിടെ സീറ്റിലുള്ള അപ്പുറത്ത് പോയി ഇരുന്നു. ഓക്കെ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിനുമായി ഞങ്ങൾ ഭയങ്കര കണക്റ്റായി. സോ അവർ ഭയങ്കര പവർ പറഞ്ഞാൽ ഭയങ്കര പവർ, ഫുൾ എനർജി സെറ്റായിരുന്നു നമ്മൾ. പിന്നെ ഈ കാണുന്ന ബായിനെയൊക്കെ അവിടെ ഇരുത്തി പാട്ടും ഡാൻസും കൂത്തും സീനായിരുന്നു. ആ നൈറ്റ് ഫുൾ എൻജോയ് ചെയ്തു. പിന്നെ മെല്ലെ കണക്റ്റായി. പിന്നെ അങ്ങനെ അപ്പുറത്തെ ബോഗിത്തെ ആൾക്കാർ ഇതൊക്കെ അടുത്ത വീഡിയോയിൽ എല്ലാം ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മൾ എന്താ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചു സമയമേ പോവില്ല, പ്രാന്താവും എന്നൊക്കെ വിചാരിച്ചു. സോ ഇല്ല മാൻ, അങ്ങനെ ഒരു കാര്യമില്ല. ഇവർ ഉള്ള കാരണം നമുക്ക് ടൈം പോയതേ അറിഞ്ഞില്ല, അവിടെ എത്തിയതേ അറിഞ്ഞില്ല. അങ്ങനെയൊരു ഇതായിരുന്നു. ഫുൾ എൻജോയ്. രാത്രി കാര്യങ്ങളൊക്കെ ചിരിക്കുക. എൻ്റെ അമ്മ അന്നത്തെ രാത്രി പറയുകയാണെങ്കിൽ എന്താ പറയപ്പോ, രാത്രി ഫുൾ മിഡ് നൈറ്റിൽ എല്ലാവരും ഉറങ്ങുകയാണ് മാൻ. അപ്പോൾ ഞങ്ങൾ ചിരിച്ചിട്ട് ഒരു ബോഗിന്ന് ചിരിച്ച് എന്തൊക്കെയോ കാര്യം പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വേറൊരു ചങ്ങായും പാടെ ചിരിച്ചിട്ട് ആകെ മണ്ണ് കപ്പി. പിന്നെന്താ പറയുക, റാഫിയൊക്കെ നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത്. പിന്നെന്താ, പക്ഷെ ഫുൾ ടൈമും ചങ്ങായി ഓണായിരുന്നു. സോ റാഫിക്ക് ഫോണൊക്കെ വരുന്നുണ്ട്, ആരുടെയൊക്കെ ഫോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഫോണ് ആർക്കാണെന്ന് അവനക്കറിയാം. ഓക്കെ, ആ ഫോണ് ആരാണെന്നും എനിക്കും ഇല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. സോ റാഫി ആ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതിലില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ എനർജി ഭയങ്കരമായിരുന്നു. നമ്മളെ ഡാൻസ് കളിപ്പിക്കുന്നൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സോ അതന്നെ നമ്മൾ നല്ല ചെറുതായി തുള്ളി ഡാൻസൊക്കെ ചെയ്ത് എല്ലാവരും ഉറങ്ങുന്ന ടൈമിലൊക്കെയാണ് ഇവർ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കണമായിരുന്നു. സോ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കറക്റ്റായി ഉറങ്ങും കേട്ടോ. അല്ലാതെ ഫുള്ളായിട്ട് തമാശ കളിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാവർക്കും പ്രശ്നമില്ലാത്ത പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ഫുള്ളായി കാണും. സോ ഇന്നത്തേക്ക് വിടാം.